മോനെ ഇത് റിയൽ ആയിട്ടുള്ള തോക്ക് കണ്ടിട്ട് ഞാൻ പേടിച്ചിട്ട പിന്നെയാണ് പള്ളിപ്പെരുന്നാളിന് വാങ്ങിയ കളിത്തോക്ക്. അപ്പൊ നമ്മളിത് കളിക്കാൻ പോകുന്നത് ഗ്രാനി ചാപ്റ്റർ 4 ആണ്. അപ്പൊ നിങ്ങൾ പറയും അന്നല്ല നീ ഗ്രാനി ചാപ്റ്റർ 4 കളിച്ചത്. അന്ന് കളിച്ചത് നമ്മൾ ഗ്രാനി ചാപ്റ്റർ 4 ദി മോർച്ചറി മോഡ്നസ് അങ്ങനെ പറഞ്ഞൊരു ഗെയിം ആയിരുന്നു. അപ്പൊ ആ ഒരു ഗെയിമത്തിന് ആ ഒരു സിസ്റ്റത്തിൽ ഒരു ഗെയിം പ്ലേ ഓടുന്നുണ്ടായിരുന്നു. ആ ഗെയിം പ്ലേയുടെ പേരായിരുന്നു ഗ്രാനി ചാപ്റ്റർ 4 ദി റിബിലിയൻ. നിങ്ങളാ നിനക്ക് പേര് പറഞ്ഞത് എന്തായാലും താങ്കോ. ഓക്കെ, ആ ഒരു ഗെയിമാണ് നമ്മളിപ്പോ കളിക്കാൻ പോകുന്നത്. ആദ്യം ഞാൻ ഇവിടുത്തെ താക്കോല് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ബേസ്മെന്റ് എസ്കേപ്പ് എന്ന് പറഞ്ഞൊരു എസ്കേപ്പാണ് ചെയ്യേണ്ടത്. ഒക്കെ താക്കോല് ഇട്ടിട്ടുണ്ട്. ആൻഡ് ഇവിടെ 4 പേരുണ്ട് കേട്ടാ. അതായത് നമ്മുടെ ലെമ്മച്ചി, ലെപ്പാപ്പൻ, സ്ലെൻഡ്രീന, ഓന്റെ ഉസ്മാൻ ബക്കീല്, പുള്ളിക്കാരനെ നമ്മളിവിടെ പിടിച്ചോണ്ടാക്കിയത്. ഓക്കെ, അത് നമുക്ക് അതിനുള്ള സാധനങ്ങളൊക്കെ കണ്ടുപിടിക്കണം. എവിടെയാണോ? മോനെ യു കമ്മിങ് ബാക്ക്. അവിടെ നിൽക്കണ്. എന്തിനാ എന്നെ കണ്ടിട്ട് ഇങ്ങനെ ഓടുന്നേ? എന്റെ പൊന്നളി ഇവിടെ വിളിക്കാൻ സ്ഥലമില്ല. ബെഡിന്റെ കയറി. അയ്യോ, ഇപ്പൊ നമ്മുടെ കാര്യം തീരുമാനാവുന്ന ഒന്ന്. എനിക്കാണെങ്കിൽ സ്ഥലവും പരിചയമില്ല. ഇവിടെ ഇങ്ങനെ കുഞ്ഞിരിക്കാം. അവിടെ സ്റ്റക്കായി. ഇങ്ങോട്ട് വരില്ലെന്ന് തോന്നട്ടാ. ഏടാ ചെറുക്ക, ഇവിടെ നിന്റെ പ്രോ പ്ലെയർ കളിയൊന്നും നടക്കൂലട്ടാ. യു ആർ ട്രാപ്ഡ്. ഫുള്ള് ചോരക്കളിയാണ്. ഓക്കെ, ആക്ച്വലി നമ്മൾ എന്താന്ന് ഔട്ടാകുന്നത്. ഞാൻ ഈ ഗെയിം ഫസ്റ്റ് ടൈമാ കളിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ ഗെയിമത്തെ സ്ഥലമൊന്നും അറിയില്ല. ദാണ്ട ലമ്മിച്ച് പോണ്. ഓക്കെ, ലപ്പാപ്പിനെയും സ്ലെൻഡറിനെയും കണ്ടിട്ടാ പിന്നെ വക്കീലിനെയും കാണാനുണ്ട്. ഇവരൊക്കെ എവിടെ പോയി പിടുത്തൂല്ല. ലമ്മിച്ച് എന്തായാലും അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമുക്ക് പുറത്തു പോയിട്ടില്ലേ മെയിന് വേണ്ട സാധനങ്ങളൊക്കെ കണ്ടുപിടിക്കണം. മെയിനായിട്ട് വേണ്ടെന്ന് വെച്ചാൽ ബേസ്മെന്റ് കീ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വേണം. അതൊക്കെ ഞാൻ ചെറുതായിട്ട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം. ആൻഡ് നൈസായിട്ട് അയ്യോ ദാണ്ട വരുന്നു ഉസ്മാൻ ബക്കീല്. ഓ മൈ ഗോഡ്, ഇയാളെ തച്ചു കൊന്നിട്ട് വല്ല പെട്ടിയിലിട്ടൂടെ. വെറുതെ എന്നിട്ട് ഇങ്ങനെ അയച്ചു വിട്ടിനി കള്ളപ്പന്നി. ഇയാളില്ലേ, ഇയാൾ ആളെ ശരിയില്ല. ഇയാളാന്ന് എന്നെ കൊണ്ടുപോയി ഇതിന്റെ അകത്ത് കൊണ്ടിട്ടത്. കണ്ടാ കളിപ്പിക്കണ വേണ്ടട്ടാ. പോയാ പറ്റിക്കാൻ നോക്കണടാ പന്നി. ഓക്കെ, ഓൻ അങ്ങോട്ട് പോണം. അതിന് നമുക്ക് നേരെ അപ്പുറത്തെ സൈഡിലോട്ട് പോണം. പ്രാവശ്യന്മാര് ചുമരിലൊക്കെ എന്തൊക്കെയോ ഡിസൈനൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. കൊള്ളാം, എന്തായാലും നല്ലൊരു രസമായിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇങ്ങോട്ട് ദാണ്ടറ മുട്ടത്തലയും വരുന്നു. ഉമ്മൈക്കോട്ട്, ഇയാൾ ഇപ്പൊ ആരാണോ അവിടെ പറ്റിട്ടത്. ഓക്കെ, നോ പ്രോബ്സ്. എന്താ വെച്ചാൽ പുള്ളിക്കാരൻ നീന്തി വരുന്നത് കുറച്ച് ടൈം എടുക്കും. ലമ്മച്ചിയും ലപ്പാപ്പന് രണ്ടുപേരും ICU എന്ന് പറഞ്ഞിട്ട് അതിലേല് നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കൊരു ബുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോ വിചാരിക്കേ ഈ ഒരു ബുക്ക് എടുത്തിട്ട് മത്സ്യകന്യകൾക്ക് കൊണ്ടു കൊടുക്കണമെന്ന്. പക്ഷെ മത്സ്യകന്യക ഇതിലില്ല. ഇതിൽ വേറൊരു സ്ഥലത്താണ് കൊണ്ടുപോയിട്ടുണ്ട്. ഓക്കെ, നമ്മച്ചയിലെ പോണ്ട്. നമുക്ക് നേരെ പുറത്തേക്ക് പോവാം. ഇപ്പൊ അകത്തേക്ക് പോയാൽ ശരിയാവില്ല. 4 എണ്ണം അതിലെ അലഞ്ഞിരിഞ്ഞ് നടക്കാണ്. ഇങ്ങോട്ടേക്കൊന്നും വരില്ല എന്നാണ് എന്റെ വിശ്വാസം. നമുക്ക് എന്തായാലും ഇപ്പുറത്തെ സൈഡിലൊന്ന് ചുറ്റി നടന്ന് നോക്കാം. അതിന്റെ അടുക്ക് പട്ടി കുറക്കുന്ന സൗണ്ട് ഒക്കെ കേക്കണ്. ലപ്പാപ്പും കുറച്ചതാണ്. ഓക്കെ, ഇവിടെ സ്ക്രൂ ഡ്രൈവർ ഒക്കെ നോക്കാം നിങ്ങള്. നമ്മുടെ ഈ പുറത്ത് വന്നിട്ടില്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവർ പോലും കാണൂല. എവിടേക്കോ എന്തൊക്കെയോ സാധനങ്ങൾ കൊണ്ടുവച്ചിട്ടേ. ആൻഡ് ഇവിടെ ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ഇവിടെ ഒരു ഏണിയുണ്ട്. ഈ ഒരു ഏണിയുടെ മേലെ കയറി കഴിഞ്ഞാൽ നമുക്ക് അവിടെ പ്ലാങ്ക് പൊട്ടിക്കാനുണ്ട്. അതിന്റെ